ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരയിലൊക്കെ എത്തിയിട്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ. അപ്പോൾ ഇന്നലെ ഫുള്ള് നമുക്ക് തിരുമ്പലും നന്നാക്കലൊക്കെയാണ് കേട്ടോ. കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിന് കേട്ടോ. നമ്മൾ പെരുന്നാൾ ഡ്രസ്സും ഇതൊക്കെ കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇന്നലെ പിന്നെ അങ്ങനെ പോയി. പിന്നെ നമുക്ക് വൈകുന്നേരം വിരുന്നാരൊക്കെ വന്നിനി. അപ്പോൾ ഓല് ഇപ്പം ഇന്ന് വൈകുന്നേരം പോയിട്ടൊന്ന് പെരുന്നാൾ വിരുന്ന് കിട്ടോ. അപ്പോൾ ഓല് എങ്ങോട്ടും പോയില്ലേനി. അപ്പോൾ ഓല് ഇങ്ങോട്ട് വന്ന് വിരുന്നൊക്കെ വന്ന് പോയി. അപ്പോൾ നമ്മൾ ഐസമ്മ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങി. ഓല് പോണതിൻ്റെ മുന്നേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നീച്ചപ്പോൾ ആരെയും കാണാമല്ലോ കേട്ടോ. അതിന് നിലവിളിച്ചായിട്ടോള് അതിലൂസോടെ താത്തോടെ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പോയിട്ടോള് നീച്ചപ്പോൾ ഞാനും ഉമ്മയും ഓളും ഒറ്റയ്ക്ക് അയക്കണം കേട്ടോ പെരയിൽ. അപ്പോൾ പൊണ്ണു സർപ്രൈസായിട്ട് ഓളും വന്നിട്ടോ. ഓള് വരുന്നത് തീരെ വിചാരിച്ചില്ല. ഓളെ രാവിലെ വിളിച്ചപ്പോഴും കൂടി ഓള് വരുന്നതൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഉണ്ട് ഓളും വരുന്നത്. ഓളും കുഞ്ഞാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളും വന്ന് അപ്പോൾ എല്ലാവരും കൂടിയുള്ള ചെറിയൊരു ഭാഗം ഞാൻ വീഡിയോ എടുത്തിന് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിട്ടോ. അപ്പോൾ അതാ ഉച്ചക്കുള്ളൊരു വീഡിയോ കേട്ടോ ഞാനെടുത്തത്. ഉച്ചക്ക് നമ്മൾ ചോറും കൂട്ടാനൊക്കെ നിരത്തി തിന്നാനുള്ള ഒരുക്കത്തിൽ ഇനി എപ്പോഴായിട്ട് ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ മുരിങ്ങാക്കാലും പിന്നെ എന്താ ഇളവൻ അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ്ഡ് കറിയും ഉണക്കമീൻ പൊരിച്ചത് അതേപോലെ കഷ്ണമീൻ പൊരിച്ചത് ഒക്കെയാണ് കേട്ടോ ഒന്ന് ചോറ്റക്ക് കൂട്ടാനുള്ളത്. അപ്പോൾ ചോറൊക്കെ വിളമ്പി കറിയും ഒക്കെ വിളമ്പി സെറ്റാക്കിക്കണം. മീൻ ഇതാ കുറച്ച് പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുട്ടി നമ്മൾ ചോറ് നാളെ പാത്രങ്ങളൊക്കെ എടുത്താണ്ട് കേക്ക് കേട്ടോ. അപ്പോൾ ഓളും കുട്ടികളൊക്കെ ആണ് കേട്ടോ നമുക്ക് വിരുന്നുണ്ടായിരുന്നത്. പിന്നെ തൊടുങ്ങോട്ട് നമ്മളെ അമ്മേൻ്റെ അമ്മ ഉണ്ടായിനി. പിന്നെ അമ്മോന് അങ്ങനെ ഓലൊക്കെ ഉണ്ടായി കേട്ടോ. ഓല പെണ്ണുങ്ങളൊന്നും അവിടെ അല്ല കേട്ടോ. ഓലൊക്കെ വിരുന്ന് പോയേക്കാട്ടോ. പെരുന്നാൾ വിരുന്ന് ഓലോടക്കൊക്കെ പോയേക്കാണ്. അപ്പോൾ ഉമ്മച്ചി ഇതാ മുരിങ്ങ ഉപ്പേരിയൊക്കെ എടുക്കണം കേട്ടോ. ആ മുരിങ്ങ മുട്ടിക്ക് എല്ലാം ഇഷ്ടമാട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മുരിങ്ങ ഉപ്പേരി ആക്കിട്ടോ. അപ്പോൾ കലിയിലാണ് സാധനമൊക്കെ കൊണ്ടുവന്നേക്കണം കേട്ടോ. ഞാനും കലിയിലൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ കൊണ്ടുവന്നേക്കാൻ. അപ്പോൾ കുട്ടികൾ ഇതാ അവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ ഐസമ്മ കുപ്പായിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഓളെ കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ ചോറൊക്കെ നിരത്തി ചോറ് കറി മീൻ പൊരിച്ചത് മുരിങ്ങുപ്പേരി ഉണക്കമീൻ പിന്നെ പപ്പടം പൊരിച്ചത് കേട്ടോ. പപ്പടം പോക്കാട്ടത് തൊണ്ണൂൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇട്ടിട്ട് കാണാനൊക്കെ. ഓൾ ഇട്ടത് കണ്ടില്ലേനിയല്ലോ. ഓളിങ്ങോട്ട് പെരുന്നാൾക്ക് വന്നിട്ടും ഇല്ലേനി. അപ്പോൾ കണ്ടില്ലേനി കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പൂ ഓളൊക്കെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിക്കാണ്ടാട്ടോ വന്നത്. അപ്പോൾ ഓള് ഇങ്ങനെ അത് പറയാം കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ എൻ്റെ വലിയ ആങ്ങളുടെ ഒരേ ഷർട്ടാട്ടോ. പിന്നെ ഓലൊക്കെ പുതിയത് ഇട്ട് വന്ന് കണ്ടപ്പോൾ ഐസമ്മ ഇതാക്കണം ഓൾതും തപ്പി പുറുക്കി എടുത്തിക്കാണ്ട് ഓളും ഓൾതും ഇട്ടിക്കണം കേട്ടോ. അതിലൊക്കെ ഇട്ടിക്കണ്. അതിലും അവിടുന്ന് വന്നപ്പോൾ ഇട്ട് വന്നതാണ്. അത് കണ്ടേന് ഓളും ഓളത് തപ്പി തിരഞ്ഞൊക്കെ ഓളും എടുത്തിക്കണം. അപ്പോൾ നമ്മളെ കലീൽ മാമ വേറെ മുഖമായില്ലേ. താടിയൊക്കെ പഠിച്ചപ്പോൾ വേറെ മുഖമായിട്ട്. അപ്പോൾ കുട്ടീനെ അമ്മച്ചി ഉറക്കുക കേട്ടോ. അതിനിങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ആട്ടി ഉറക്കുകയാണ്. അമ്മച്ചി എന്ന് പറയുന്നത് ഉമ്മാൻ്റെ അമ്മ കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ഇതാക്കണം ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് നെയ് റോസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൂന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അതിലൂന് ഇഷ്ടമാട്ടോ ഈ ദോശ. ഇത് എത്ര ഓന് കൊടുത്താലും ഓൻ തിന്നു കേട്ടോ. അപ്പോൾ ഓന് ഉമ്മച്ചി മാവ് ഫ്രിഡ്ജിലുണ്ടായിട്ട് ഇന്ന് രാവിലെ നമുക്ക് ഇതേനി മുട്ടിൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാട്ടോ. ഇത് മുട്ടിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ അതായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിനി. അപ്പോൾ ഉമ്മച്ചി ഓനൊക്കെ ചുട്ടുകൊടുത്തു. പിന്നെ അതെല്ലാവരും മേശമ്പ് നിന്നിട്ട് ചോറൊക്കെ തിന്നാട്ടോ. അവനും ഉണ്ടായിന് കേട്ടോ. അവിടെ ഓൻ നീച്ചു പോയതാണ്. അങ്ങനെ അതെല്ലാവരും വന്ന് നല്ല രസമായിന് കേട്ടോ. എല്ലാവരും ഉള്ളതിനോട് കലിയിലൊക്കെ ഉണ്ടായിനി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഫുള്ള് നാടൻ ചോറും വിഭവങ്ങളൊക്കെ ആയിനില്ലമ്മ. ആർക്കും ഞങ്ങൾ കുട്ടികളുള്ളതല്ലേ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ഉണക്കമീനൊക്കെ ചോറൊക്കെ ആയിന് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോൾ മീൻ പൊരിച്ചതും ഉണ്ടായിട്ടോ. വാപ്പ പിന്നെ അങ്ങാടി പോയിക്കാണ്ട് കഷ്ണമീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഓല് തീരെ വേണ്ട പറഞ്ഞിക്കാണ്ട് ബിരിയാണി പിറ്റേന്നും ബിരിയാണി പെരുന്നാളിൻ്റെ അന്നത്തെ ബിരിയാണി തന്നെയാണ് പിറ്റേന്നും പറഞ്ഞിക്കാണ്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും പോയിട്ടോ. ഒരു ദിവസം നിന്നത്. അപ്പോൾ ഒരു ദിവസം നിന്നിക്കാണ്ട് പോയി. പൊണ്ണു പിന്നെ നിൽക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓളെ മകളില്ലേനി കേട്ടോ. മകള് ഓളെ നാത്തൂൻ്റെ അടുക്ക് വിരുന്നോയതാണ് എൻ്റെ മകളില്ലേനി. അപ്പോൾ പൈസമോള് നീച്ചാണ്ട് നിലവിളിച്ചിട്ടോ. ആരെയും കാണാഞ്ഞിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ നിലവിളിച്ചു. അപ്പോൾ ഉമ്മ കുറേ മുറ്റത്ത് കൂടെയൊക്കെ കൊണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മുതലിട്ട് വീഡിയോ എടുക്കണോ വിചാരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തില്ലേനി. അപ്പോൾ ഇപ്പോഴാട്ടോ വീഡിയോ എടുക്കണത്. വൈകുന്നേരമായി. പിന്നെ നമ്മൾ തിരുമ്പിയത് ഇനി വേണോ. അപ്പോൾ തിരുമ്പിയതും ഉണക്കിയതൊക്കെ ഫുള്ളും മടക്കാനാട്ടോ. കുറേ ഉണ്ട് മടക്കാൻ. അപ്പോൾ മടക്കിയിട്ടൊന്നുമില്ല. വിരുന്നാരെ കണ്ടപ്പോൾ പിന്നെ ഓലപ്പം അങ്ങോട്ട് കൂടിയിട്ടോ. ആ ഒരു തിരുമ്പിയതൊക്കെ റൂമിലിട്ട് കണ്ട് പൂട്ടിയേക്കാട്ടോ. ആ റൂമൊക്കെ പിന്നെ നമ്മളങ്ങനെ അടക്ക് തരാം. നമ്മൾ വല്ലാതെ അങ്ങനെ ആ റൂമിലേക്ക് പോകൂലല്ലോ. അപ്പോൾ ആ റൂമിലിട്ടാണ്ട് അവിടെ പൂട്ടിയേക്കാട്ടോ. അപ്പോൾ ഐസമോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിലവിളിച്ചട്ടോ. അപ്പം പിന്നെ വീഡിയോ ഓഫാക്കി പോയതാണ്. ഒറ്റക്കായിട്ട് ഒക്കെ എന്തോ പോലെ. വാപ്പ ഉണ്ടായിനി. വാപ്പി ഇപ്പോൾ പോയിട്ടോ. എല്ലാവരും പോയപ്പോൾ ഇവളും ഉറങ്ങുവേനി. അപ്പോൾ വാപ്പിയും പോയിട്ട് എനിക്കാണെങ്കിൽ നല്ല തലവേദന കേട്ടോ. മുഖം കണ്ടില്ല വേറെ കോലയ്ക്കണം. എന്താ അറിയില്ല കേട്ടോ. നല്ല തലവേദന. അപ്പോൾ
തിരുമ്പി കൊണ്ടുവന്ന് കൂട്ടിയതാണ് കേട്ടോ. കുറേ ഇന്നലെ ഞങ്ങൾ തിരുമ്പിക്കണം കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഇടയ്ക്കൊന്ന് മടക്കാൻ വന്നീനി കേട്ടോ. അപ്പോൾ വീണ്ടും പിന്നെ വർത്താനത്ത് പോയി. അപ്പോൾ ഈ റൂമൊക്കെ അങ്ങനെ നമ്മൾ വരലില്ല കേട്ടോ. ഇത് പിന്നെ എൻ്റെ ആവശ്യൻ്റെ ചെരുപ്പൊക്കെ ടാക്ക തുടച്ച് ഇന്നലെ തന്നെ വൃത്തിയാക്കി വെച്ചിന്. പിന്നെ നല്ല വിരുന്നാർ വന്നത്. അപ്പോൾ ഈ റൂം ഫുള്ളും അലങ്കോലമായിക്കും. അതിലേക്ക് പിന്നെ അങ്ങനെ നമ്മൾ വരലില്ല, പൂട്ടിയിടല കേട്ടോ. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടോ. ബാങ്ക് കൊടുക്കാനേ ഐസമോളും സിറ്റൗട്ടിലാട്ടോ. ഇവിടെ നമ്മൾ ചെറിയൊരു പണി ചെയ്തിട്ടോ ഈ റൂമിൽ. അതാ ഞാൻ കാണിച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞിനി. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ സീലിംഗ് അടിച്ചിട്ടോ ഈ റൂമിൽ. ചെറുതായിട്ട് നമ്മളോടൊരു കല്യാണം വരാൻ പോകുന്നുണ്ട്. കല്യാണം എന്ന് പറയാൻ പറ്റുമോ അറിയില്ലല്ലോ അമ്മ. കല്യാണം എന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ കല്യാണം ഉണ്ടാവും, ചിലപ്പോൾ സൽക്കാരായിരിക്കും, എന്താന്ന് അറിയില്ല. ഇവിടെ ഉണ്ട് ഇവിടെ എത്തിന്. അപ്പോൾ നമ്മൾ സീലിങ്ങൊക്കെ അടിച്ചതാട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സീലിങ്ങൊക്കെ അടിച്ച് കട്ടിലൊക്കെ ഇങ്ങോട്ട് തന്നെ ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഹോം ടൂർ അതുവരെ ചെയ്തില്ല. ഹോം ടൂർ ചെയ്യാനൊന്നുമില്ല. അവിടെ റൂം, ആ തൽക്കാല റൂം, പിന്നെ ഇവിടെ റൂം കേട്ടോ. പിന്നെ ചെറിയ ലിവിങ് കോമണാണ്. പിന്നെ അതവിടെ ഡൈനിങ് ഹാളും കേട്ടോ. അത്രയും ഉള്ളൂ കേട്ടോ പേര. അപ്പോൾ നമ്മൾ ഈ റൂമും കൂടി ഒന്ന് ചെയ്താലോ എന്ന് വിചാരിക്കണ്ടേ. വിരുന്നാരൊക്കെ നമ്മളൊക്കെ കടന്ന് നീച്ചോണ്ടാട്ടോ. അപ്പോൾ റൂമിൻ്റെ ഒക്കെ കോലം അങ്ങനെ ഇപ്പം നാളെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ചെയ്താലോ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാവ ചെറിയ ഞങ്ങളുടെ റൂമാട്ടോ. അപ്പോൾ ഓൻ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞിനി. അപ്പം എന്നാൽ പിന്നെ ഇവിടെയും കൂടി ചെയ്യാമെന്ന് കരുതി. കടിയൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ അവിടെയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാട്ടോ. അപ്പം പണിക്കാർ വരുമായിരിക്കുമല്ലോ പക്ഷേ. അപ്പോൾ നാളെ വരാനട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂറ്. വീട് ഇത്ര ഉള്ളൂ കേട്ടോ ഇങ്ങനെ. പിന്നെ അവിടെ അടുക്കളയും. നാളെ നമുക്ക് പണികളാട്ടോ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി നമുക്ക് ഒതുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കണം. കാരണം ആ റൂമത്തെ ആ ഒരു അലമാര നമുക്ക് ഉള്ളൂ കാര്യമായിട്ട് പറയണേ. പിന്നെ ഒന്ന് ഉമ്മമാൻ്റെ അലമാര ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ അലമാരിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അത് ഒഴിച്ചണം. കാരണം അലമാരയും കട്ടിലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കണം ഒരു വരുമ്പോഴത്തേനും. അപ്പോൾ ഇന്നാൾ ഉമ്മ ഒറ്റയ്ക്കേനി കേട്ടോ. ആ റൂം ചെയ്യാൻ വന്നപ്പോൾ ഉമ്മ ഒറ്റയ്ക്കേനി. ചെറിയ അമ്മോന് ഇതാട്ടോ പണി, ഇങ്ങനെ സീലിംഗ് പണിയാണ്. അപ്പോൾ ഓൻ്റെ ടീമാണ് ചെയ്യാൻ വരുന്നത് കേട്ടോ. ഓനാണ് ഏൽപ്പിച്ചതൊക്കെ. അപ്പോൾ ഓൻ്റെ ടീമാണ് ചെയ്യാൻ വരുന്നത്. അപ്പം അന്ന് പിന്നെ ഓനും ഉമ്മയും പണിക്കാരൊക്കെ ആയിട്ട് ഓല തന്നെ ഫുള്ള് റെഡിയാക്കി. ഇപ്രാവശ്യം ഇനി വാപ്പയൊക്കെ ഉണ്ടല്ലോ പെരയിൽ. അപ്പോൾ ഓല് വരുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി വെക്കാന്നൊക്കെയാണ് വിചാരിക്കണത് കേട്ടോ. ലമ്മച്ചേ അപ്പോൾ വിരുന്നാരൊക്കെ പോയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു മുഖതയിലാണ്. ഒരു രസമല്ല കേട്ടോ. നല്ല സൗണ്ട് ഒച്ചപ്പാടാണല്ലോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഓലൊക്കെ പോകുമ്പോൾ എന്തോ പോലെ കേട്ടോ. ബാങ്ക് കൊടുക്കാനതിന് കൊടുത്തിട്ടില്ല കേട്ടോ, കൊടുക്കാനായിക്കണേ. അപ്പോൾ ഇത്ര കൊള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ അടിക്കുക. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.